നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമലയ്ക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു നാടൻ പലഹാരമാണ് അരിയുണ്ട. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കേടാവാതിരിക്കും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ മട്ട റൈസാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 2 കപ്പ് മട്ട റൈസ് എടുക്കുന്നുണ്ട്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് തരം അരി എടുത്താലും കുഴപ്പമില്ല. മട്ട റൈസാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ഇതൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിപ്പയിലാക്കി വയ്ക്കുക. ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഇതുപോലത്തെ മൺചട്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കടായി എടുക്കാം. നോൺ സ്റ്റിക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു അരിയുണ്ട പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരി കഴുകാതെ നമുക്ക് തയ്യാറാക്കാം. പക്ഷേ അരി കഴുകുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം അരിയിൽ തന്നെ ഒത്തിരി അഴുക്കും അതുപോലെ തന്നെ കല്ലും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അരി വറുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അരി വറുത്തെടുക്കാൻ നമ്മൾ കഴുകിയ അരി ആയതുകൊണ്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് കുറഞ്ഞതൊരു 10 മുതൽ 12 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ അത് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അരി മൂത്ത് പോവും. അപ്പോൾ എല്ലാ അരിയും ഒരേ രീതിയിൽ മൂത്ത് കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ലേ? ഈ അരി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഫ്ലെയിം തീരെ ലോ ആക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കടുക് പൊട്ടുന്ന കണക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അരിയുടെ കളറ് നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അരി വറുത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ്. ഇപ്പോൾ കിച്ചൺ മുഴുവനും അരി വറുത്തെടുക്കുന്ന ഒരു മണമാണ്. ഇപ്പോൾ അരി ഏതാണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഏലം പൊടിച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏലം ചേർക്കാം. ഞാനിപ്പോൾ ഏലമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ തോല് മാറ്റിയതിന് ശേഷം അതിൻ്റെ സീഡ് മാത്രം ചേർക്കുന്നുണ്ട്. ഏലം പൊടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരി പൊടിക്കുന്ന സമയത്ത് ചേർത്താൽ മതിയാവും. ഏലം ലാസ്റ്റ് ചേർത്താൽ മതിയാവും. ഏലം ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ അരി നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. കാരണം ആ ചൂട് ഇരുന്ന് തന്നെ കുറച്ചും കൂടി ഒന്ന് മൂത്ത് പോവും. ഇനി ഇത് തണുക്കാനായിട്ട് വെയിറ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഈ ഒരു അരിയുണ്ട കുറച്ചും കൂടി സ്പെഷ്യലും അതുപോലെ തന്നെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നിലക്കടല, അതായത് കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. ഇത് വറുക്കാത്ത കപ്പലണ്ടി ആയിട്ടോ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. കൂടെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് കാഷ്യൂ നട്ടും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും വറുക്കാത്തതാണ്. അപ്പോൾ ഇത് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ. ശരിക്കും നാടൻ അരിയുണ്ടയിൽ ഇതൊന്നും ചേർക്കാറില്ല. പക്ഷേ ഞാനിത് രണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിൽ വേണമെങ്കിൽ വേറെയും നട്ട്സ് ചേർക്കാം കേട്ടോ. ബദാം, വാൾനട്ടൊക്കെ നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ ചോറ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കും കൂടിയാണ്. നട്ട്സ് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിലെ അണ്ടിപ്പരിപ്പ് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിലക്കടലയുടെ തോല് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. തോലില്ലാത്ത നിലക്കടല മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അങ്ങനെ നിലക്കടലയുടെ തോല് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയുടെ ചൂടും ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് അരി ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിയിട്ട് വലിയ ജാറെടുക്കാം. ഒന്നുകിലും നമുക്കിത് ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പകുതി പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പകുതിയാണ് പൊടിച്ചെടുക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ ഒന്നുകിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക. നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫൈൻ പൗഡറായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഇനി പൊടിച്ചെടുത്തത് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും നിലക്കടലയും കൂടി ചേർത്തെടുക്കാം. ഇത് ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
നട്ട്സും നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏലം പൊടിച്ചതാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിച്ചത് ചേർക്കുക. ഇപ്പോൾ 2 കപ്പ് മട്ട റൈസിന് 2 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകും. ഞാനിപ്പോൾ 1.5 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അടുത്തായിട്ട് നാളികേരം ചേർക്കാം. 1.5 കപ്പ് മുതൽ 2 കപ്പ് നാളികേരം വരെ ചേർക്കാം. ഇനി ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന അരിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതിൽ നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിൽ നിലക്കടല ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എണ്ണയുടെ അംശം ഉണ്ടാവും. ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അരി കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പൊടിക്കുന്നതിന് പകരം ശർക്കര ഒന്ന് ഉരുക്കി ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് ഒഴിക്കുമ്പോൾ അരി ഉണ്ടെങ്കിൽ ചെറിയ ഒരു ഡാർക്ക് കളറും കൂടി ആയിരിക്കും. ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കേടാവാതിരിക്കും. കുറച്ചധികം നാൾ കേടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത നാളികേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മധുരം ഒന്ന് നോക്കുക. മധുരം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർക്കുക. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഈ ഒരു അളവിൽ ഒരു 30 അരി കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുറമേ നല്ല ഹാർഡും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നാടൻ റെസിപ്പിയാണ്. ഒരെണ്ണം ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഈ ഒരു അളവിന് ശർക്കര ചേർക്കുകയാണെങ്കിൽ ശർക്കര പാകത്തിനുള്ള മധുരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്